ഉസൂൽ സിത്ത, അൽ ഉസൂൽ അസിത്ത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം 6 അടിസ്ഥാനങ്ങൾ. ഇത് എഴുതിയതാരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മുഖ്തസറായിട്ടുള്ള, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ബയോഗ്രഫി, ഒരു തർജുമ, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഷെയ്ഖ് അബു ഫൈറൂസ് ഹഫിളഹുല്ല അദ്ദേഹം തന്റെ ഈ ഉസൂൽ സിത്തയുടെ ഷർഹിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ഭാഗങ്ങളാണ്. അദ്ദേഹം ചുരുക്കി കൊടുത്താണ്. അത് വായിച്ചിട്ട് ഞാൻ അതിലും ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. വളരെ ചെറുതാണ്, നമ്മളിപ്പോ നോക്കുക. ജസ്റ്റ് ദുലമാക്കളെ രീതിയാണ്. അവർ കിതാബ് പഠിപ്പിക്കുമ്പോൾ എന്താണ്, ആദ്യം കിതാബ് എഴുതിയ ആളുടെ ഒരു തർജുമ പറയും. അപ്പൊ അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകളുണ്ട്. അൽ ഖവാഇദുൽ അർബ, അതുപോലെ തന്നെ ഉസൂൽ സലാസ, ഉസൂൽ സിത്ത, കശ്ഫ് ശുബ്ഹാത്ത്, മസായിലുൽ ജാഹിലിയ്യ, കിതാബ് തൗഹീദ്, അങ്ങനെ 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 ഒരുപാട് ഗ്രന്ഥങ്ങളുള്ള ആളാണ് ആര്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി അത്തമീമി അന്നജ്ദി. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി അത്തമീമി അന്നജ്ദി. അദ്ദേഹത്തിന്റെ ജനനം ഉയൈനയിലായിരുന്നു. ഉയൈന എന്ന് പറയുന്നത്, ഇതില് അത്തമീമി അന്നജ്ദി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം നജ്ദുകാരനായതുകൊണ്ടാണ്. അന്നജ്ദി എന്ന് പറയുന്നത് നജ്ദുകാരനാണ്. ഇപ്പം ഞങ്ങൾ ഒരാളെ പറയുകയാണെങ്കിൽ എന്താ പറയാ? അൽ ഹിന്ദി എന്നാ പറയാ. അൽ ഹിന്ദി. നമ്മളെല്ലാരും എന്താണ്? ഹുനൂദാണ്. ഞാൻ ഹിന്ദിയാണ്, ഇവൻ ഹിന്ദിയാണ്, ഇവൻ ഹിന്ദിയാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ള അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ അന്നജ്ദി എന്ന് പറയുന്നത് അദ്ദേഹം നജ്ദുകാരനായതുകൊണ്ടാണ്. ഈ ഉയൈന എന്ന് പറയുന്ന സ്ഥലം നജ്ദത്ത് ഒരു സ്ഥലമാണ്. ഉയൈനയിലായിരുന്നു ഷെയ്ഖിന്റെ ജനനം. 1115 വർഷം, ഹിജ്റ വർഷം 1115. അത് ഓർത്തു വെക്കാൻ സുഖമാണ്. 1115 എന്ന് ആലോചിച്ചാൽ മതി. 3 പിന്നെ ഒരു 5, 1115. 1115 ഷെയ്ഖിന്റെ ജനനം ഉയൈനയിൽ. ഈ ഷെയ്ഖിന്റെ ഉപ്പന്റെ പേരെന്തായിരിക്കും? അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ. ഇദ്ദേഹം അന്ന് ഉയൈനയിലെ ഖാദിയായിരുന്നു. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെ എന്താണ്? പാണ്ഡിത്യ കുടുംബമായിരുന്നു. ഈ ഷെയ്ഖിന്റെ ഉപ്പ അന്നത്തെ ഖാദിയായിരുന്നു. ആ ഖാദിന്റെ അടുത്തുനിന്ന്, അതായത് അദ്ദേഹത്തിന്റെ ഉപ്പന്റെ അടുത്തുനിന്ന് ഇദ്ദേഹം എന്താണ്? ഇൽമു പഠിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ ഉപ്പന്റെ അടുത്തും തൊലബുൽ ഇൽമു നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഖുർആൻ ഫുള്ള് ഹിഫ്ളാക്കിയിരുന്നു. ഉയൈനയിൽ വെച്ചിട്ട് ഖുർആൻ ഫുള്ള് ഹിഫ്ളാക്കിയിരുന്നു. പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഹറമിലോട്ട് പോവുകയും മക്കയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമു സ്വീകരിക്കുകയും ചെയ്തു പ്രായപൂർത്തിയായതിനു ശേഷം. പിന്നെ മക്കയിൽ നിന്ന് ഹജ്ജ് ചെയ്ത് അവിടുന്ന് തൊലബുൽ ഇൽമു നടത്തി. പിന്നെ അദ്ദേഹം അവിടുത്തെ ഉലമാക്കളിൽ നിന്ന് പഠിച്ചു. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖായിരുന്നു അസിന്ദി എന്ന് പറയും. പിന്നെ അവിടുന്ന് അദ്ദേഹം മദീനത്തിലോട്ട് പോയി. മദീനത്തുനിന്ന് ഇതുപോലെ തന്നെ അവിടെയുള്ള വലിയ വലിയ കിബാറുകളായ ഉലമാക്കളിൽ നിന്ന് അവിടുന്ന് അദ്ദേഹം ഇൽമു സ്വീകരിച്ചു. അവിടുത്തെ ഉലമാക്കളിൽ നിന്ന് അദ്ദേഹം തൊലബുൽ ഇൽമു നടത്തി. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം ഇറാഖിലോട്ട് പോകും. ഇറാഖിലോട്ട് തൊലബുൽ ഇൽമിന് വേണ്ടി പോകും. അങ്ങനെ ഇറാഖിൽ നിന്ന് ബസറയിലുള്ള ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഇൽമു സ്വീകരിച്ച് തൊലബുൽ ഇൽമു വർഷങ്ങളോളം അദ്ദേഹം എന്താണ്? തൊലബുൽ ഇൽമു നടത്തും. എന്നിട്ട് അദ്ദേഹം തിരിച്ചിട്ട് ഉപ്പന്റെ അടുത്തേക്ക് പോകും. ഉപ്പ എവിടെ ആയിരുന്നു ഇപ്പൊ ഉള്ളത്? ഉയൈനയിലാണ്. അവിടെ ആയിരുന്നു പരിചനൊക്കെ. പക്ഷേ ഈ ഷെയ്ഖ് തൊലബുൽ ഇൽമിന് യാത്ര ചെയ്യുന്ന സമയത്ത് ഉപ്പ സ്ഥലം മാറിയിരുന്നു, ഷിഫ്റ്റ് ചെയ്തിരുന്ന് ഉയൈനയിൽ നിന്ന് ഹുറൈമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അങ്ങനെ ഈ ഷെയ്ഖ് തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? ഹുറൈമലയിലോട്ടാണ്. 1139 ഉപ്പ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഷെയ്ഖ് തിരിച്ചു പോയത് എന്തായാലും 1139 ശേഷമാണ്. 1115 ജനിച്ചു. 1139 ശേഷമാണ് എന്തായാലും ഷെയ്ഖ് തിരിച്ചു പോകുന്നത്. അത്രയും വർഷം എന്താണ് അദ്ദേഹം തൊലബുൽ ഇൽമിലും മറ്റുമൊക്കെ ആയിട്ട് ചെലവഴിക്കുകയായിരുന്നു റഹിമഹുല്ലാ. അങ്ങനെ ഉപ്പന്റെ അടുത്തേക്ക് പോയി. ഹുറൈമലയിൽ താമസിച്ചു ഉപ്പന്റെ അടുത്ത്. അവിടുന്നും അദ്ദേഹം എന്തായിരുന്നു? ഇതന്നായിരുന്നു, പഠിക്കലും പഠിപ്പിക്കലും തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ പണി. അങ്ങനെ ഉപ്പന്റെ മരണമായി. ഉപ്പ മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് എന്താണ്? അവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങൾ വരാൻ തുടങ്ങി. ആളുകൾ ഇദ്ദേഹത്തിനെ ഷർറ് ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള ആളുകൾ, വിവരം കെട്ട ആളുകൾ ഇദ്ദേഹത്തിനെ ഷർറ് ചെയ്യാൻ തുടങ്ങി. ആരെ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എവിടുന്നാണ്? ഹുറൈമലയിൽ നിന്നാണ്. അങ്ങനെ അവിടുന്ന് അദ്ദേഹം എങ്ങോട്ട് പോകും? ഉയൈനയിലോട്ട് തന്നെ പോകും. ഉയൈന ഇതൊക്കെ നജ്ദാണ് കേട്ടോ. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ എവിടാണ്? നജ്ദ എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. ഇന്നിപ്പോ കാണുന്ന ത്വായിഫിന്റെ വലിയൊരു ഭാഗമുണ്ട്.
മക്കയുടെ വലിയൊരു ഭാഗമുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു സ്ഥലമാണ് എന്ത് നജദ് എന്ന് പറയുന്നത്. അതിലത്തെ സ്ഥലങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞ ഹുറൈമലൊക്കെ. അവിടുന്ന് ഒയ്യന ഹുറൈമലൊക്കെ. ഈ ഹുറൈമലിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് ഉപദ്രവമൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം കൊണ്ട് പോകും ഒയ്യനയിലോട്ട് പോകും. ഒയ്യനാണ് ഇദ്ദേഹത്തിന്റെ ജനന സ്ഥലം. അങ്ങനെ ഒയ്യനയിൽ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അവിടെ അന്ന് അമീറായിട്ടുണ്ടാവുക, അന്ന് അവിടുത്തെ നേതാവായിട്ടുണ്ടാവുക ഷെയ്ഖ് ഉസ്മാൻ ഇബ്നു നാസിർ എന്ന് പറയുന്ന ഒരാളായിരിക്കും. ഷെയ്ഖ് ഉസ്മാൻ ഇബ്നു നാസിർ എന്ന് പറയുന്ന ഒരാൾ. അങ്ങനെ അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിന്റെ ദഅവത്തിൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഫുൾ സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ സ്ട്രോങ് ആയി വരും. ഷെയ്ഖിന്റെ ദഅവത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഷെയ്ഖ് പഠിപ്പിക്കുന്നതിലും കുറച്ചും കൂടി വിശാലത കാണിക്കും. അങ്ങനെ ആളുകൾ എടുത്തുള്ള വില്ലേജുകൾ, എടുത്തുള്ള കറിയകളിൽ നിന്നൊക്കെ ആളുകൾ ഇദ്ദേഹത്തിലേക്ക് വന്നു തുടങ്ങി. ഇദ്ദേഹം എന്താ പ്രശസ്തനാവും, ആളുകളുടെ ഇടയിൽ ഇദ്ദേഹം പ്രശസ്തനാവും. എടുത്തുള്ള സ്ഥലങ്ങൾ അവിടെയുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തുനിന്ന് വരെ ആളുകൾ എന്താണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു തുടങ്ങും, ഇദ്ദേഹത്തിന്റെ ത്വൽബുൽ ഇൽമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉയൈനയിൽ നിന്ന് ദഅവത്ത് നടത്തുന്ന സമയത്ത് അവിടെ ഇതുപോലെ തന്നെ എന്താണ് ഈ ഷെയ്ഖ് ഉസ്മാൻ എന്ന് പറയുന്ന ആളെടുത്ത് ചില ആളുകൾ വന്ന് ഫിത്ന ഉണ്ടാക്കിയിട്ട് അവസാനം ഷെയ്ഖ് ഉസ്മാൻ തന്നെ എന്താണ് പോയിക്കോളാൻ പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പോയിക്കോളാൻ പറയും. ഷെയ്ഖ് ഉസ്മാന്റെ അടുത്ത് വന്ന് ഫിത്ന ഉണ്ടാക്കും ചില ആളുകൾ. അതിന്റെ കാരണത്താൽ അദ്ദേഹത്തിനോട് പോയിക്കോളാൻ പറയും. അങ്ങനെ അദ്ദേഹം ഉയൈനയിൽ നിന്ന് ഇറങ്ങും. ഉയൈനയിൽ നിന്ന് പോന്നിട്ട് അദ്ദറഇയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. അദ്ദറഇയ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പറയുന്നത് ഇദ്ദേഹം നടന്നിട്ടാണ് പോയെന്നാ പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദറഇയ്യയിലേക്ക് നടന്നിട്ടാണ് പോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. വല്ലാഹു അലം. അങ്ങനെ ദറഇയ്യയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് ദറഇയ്യത്തെ അമീർ നേതാവായിരിക്കും മുഹമ്മദ് ബിൻ സഊദ്. മുഹമ്മദ് ബിൻ സഊദ് ആണെന്ത് സൗദി രാജ്യത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. വല്ലാഹു അലം. അപ്പൊ ഈ മുഹമ്മദ് ബിൻ സഊദ് അന്ന് അവിടുത്തെ നേതാവായിരിക്കും ദറഇയ്യയിലെ. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് വരും. അങ്ങനെ ഈ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫുൾ സപ്പോർട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹത്തിനെ സഹായിക്കും, അദ്ദേഹത്തിന്റെ ദഅവത്തിന് വേണ്ടി സഹായിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ദഅവത്ത് എന്താണ് സ്ട്രോങ് ആവും. അങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് എന്താണ് രാജ്യം മൊത്തം, ലോകം മൊത്തം ബെനിഫിറ്റ് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന് എന്താണ് ഉയർത്തും. പിന്നെ ഇദ്ദേഹത്തിന്റെ മക്കള്, പേരക്കുട്ടികള് ഒക്കെ ഇന്നിപ്പോ സൗദിയിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ് ആലു ഷെയ്ഖ് എന്ന് അറിയപ്പെടാം. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ കുടുംബം എന്നാണ് വാക്കർത്ഥം. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിന്റെ കുടുംബം എന്നാണ്. ഇവരുദ്ദേശിക്കുന്ന ഈ ഷെയ്ഖ് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അപ്പൊ അത്രക്കും ഈ സൗദി രാജ്യത്ത്, സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ അത്രക്കും വലിയ ദറജയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉയർത്തി. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേക ഒരു പരിഗണനയാണ്. ആലു ഷെയ്ഖിന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇതാണ് ഷെയ്ഖിന്റെ ചുരുക്കം തർജുമ. മൊത്തത്തിലൊരു ഖുലാസ എന്താണ്? ഉയൈനയിൽ ജനിച്ചു. എന്നിട്ട് ഇദ്ദേഹം മരിക്കുന്നത് എവിടുന്നാണ്? അവിടുന്ന് തന്നെയാണ്. ദറഇയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം മരിക്കുന്നത്. 1206 വർഷം. 1206 വർഷം. അപ്പൊ ഇദ്ദേഹത്തിന്റെ തർജുമ മൊത്തത്തിൽ ഖുലാസ എന്താണ്? ഉയൈനയിൽ ജനിച്ചു, മക്കത്ത് പോയി, മദീനത്ത് പോയി, ഇറാഖ് പോയി, തിരിച്ച് ഉപ്പന്റെ അടുത്തേക്ക് വന്നു, അതായത് ഹുറൈമയിലോട്ട്. പിന്നെ ഹുറൈമയിൽ നിന്ന് ഉയൈനയിലോട്ട് പോയി, ഉയൈനയിൽ നിന്ന് ദറഇയ്യയിലോട്ട് പോയി. അങ്ങനെ ദറഇയ്യയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ദഅവത്ത് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് ഫിത്നായിട്ട് ദറഇയ്യയിലോട്ട് വന്നു, പുറത്താക്കി. അങ്ങനെ ദറഇയ്യയിലോട്ട് വന്നു. ദറഇയ്യയിൽ നിന്ന് സ്ട്രോങ് ആയി അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം വന്നു. അങ്ങനെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മറ്റു റിസാലകളിൽ നിന്നൊക്കെ എന്താണ് ഈ ഉമ്മത്ത് ഫുള്ള് ഉപകാരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ റിസാലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഇതാണ് ചെറിയൊരു ഖുലാസ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കിതാബ് ഉസൂൽ സിത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്കും അതിനെ കുറിച്ചിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തുടങ്ങാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പൊ ഇന്നെടുത്ത് രണ്ട് വിഷയമാണ്. ഒന്ന് അഖീദ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, രണ്ട് ഇദ്ദേഹത്തിന്റെ തർജുമ.